ഏറ്റുമാനൂർ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്ന പി.വി. തോമസ് പുല്ലാട്ടിനെ അനുസ്മരിക്കുന്നു. പി.വി. തോമസ് പുല്ലാട്ടിൻ്റെ നേതൃത്വത്തിൽ 1954 ഏറ്റുമാനൂരിൽ സ്ഥാപിതമായ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ പി.ടി. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പി.വി. തോമസിൻ്റെ 16ാമത് ചരമവാർഷികാചരണവും നവംബർ 25 നടക്കും. 1954 വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് പി.ടി. കോളേജ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങിയത് പി.വി. തോമസ് പുല്ലാട്ട്. അദ്ദേഹത്തിൻ്റെ 16ാമത് ചരമവാർഷിക ദിനമാണ് നമ്മൾ ഈ വരുന്ന 25-ാം തീയതി ആചരിക്കുന്നത്. അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും ഇല്ലായിരുന്ന കാലത്ത് നിരവധി കുട്ടികൾ SSLCക്കായും ടൈപ്പ് റൈറ്റിങ്ങിനായും ഒക്കെ സമീപിച്ചത് ഏറ്റുമാനൂരുള്ള പി.ടി. കോളേജിലാണ്. മറ്റൊരു കാര്യമുള്ള ആ രംഗത്ത് അന്ന് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നുമില്ലായിരുന്നു. 100 കണക്കിന് അധ്യാപകർ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുവാനും പുല്ലാട്ട് തോമസ് സാറിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട ഫ്രാൻസിസ് ജോർജ് MP ആണ്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മോൻസ് ജോസഫ് MLA, ശ്രീ സ്റ്റീഫൻ ജോർജ് MLA, അതുപോലെ തന്നെ 3 സമുദായത്തിൽപ്പെട്ട 3 പ്രമുഖർ. മുമ്പേ സൂചിപ്പിച്ചതുപോലെ സൂര്യകാലടി ജയസൂര്യൻ പട്ടതിരിപ്പാട്, ഫാദർ മാണി കല്ലാമ്പുറം, അതിരമ്പുഴ ഇമാം ഹഷ്കർ ബാക്കവി എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. വൈകിട്ട് 4:30 വികസന സമിതി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്യും. MLA മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മോൻസ് ജോസഫ്, ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ സ്റ്റീഫൻ ജോർജ്, അഡ്വക്കേറ്റ് VB ബിനു, ഫാദർ മാണി കലാപുറം, അതിരമ്പുഴ ജുമാ മസ്ജിദ് ഇമാം ഹാഫിസ് മുഹമ്മദ് അക്ബർ ബാഖവി തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് വികസന സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വികസന സമിതി ഭാരവാഹികളായ B. രാജീവ്, VM തോമസ്, വെമ്പേനി, കോളേജ് പ്രതിനിധികളായ ജെയ്സൺ തോമസ്, ജോർജ് തോമസ് എന്നിവർ പങ്കെടുത്തു.